മതപ്രഭാഷണ വേദികളിൽ തിളങ്ങി നിന്ന വ്യക്തി. കാസർകോട്ടെയും ദക്ഷിണ കന്നഡ ജില്ലയിലെയും വിശ്വാസി സമൂഹത്തിന് സുപരിചിതൻ. ജില്ലയിലെ പല പള്ളികളിലായി നീണ്ട 25 വർഷത്തെ സേവനം. മലപ്പുറം സ്വദേശിയും കാസർകോട്ടുകാരുടെ പ്രിയങ്കരനുമായ ഓണക്കാട് സയദി എന്ന ഓണക്കാട് അബ്ദുറഹ്മാൻ സയദി ഇപ്പോൾ എവിടെയാണ്? എന്തുകൊണ്ട് പൊതുവേദികളിൽ എത്തുന്നില്ല? കാസർകോട്ട് നിന്നും അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം എന്തായിരുന്നു? ഓരോ കാര്യങ്ങളിലും വ്യക്തമായ മറുപടി ആവശ്യമാണ്. പൈക്കയിൽ ഉസ്താദിന്റെ കാറ് കത്തിച്ച സംഭവമാണ് ഞങ്ങളെ മലപ്പുറത്തെത്തിച്ചത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഉസ്താദെ, അങ്ങ് കാസർഗോഡ് ജില്ലയിലെ ഒരു സുപരിചിതനായ ഒരു മുഖമാണ്. മതപ്രഭാഷണ വേദികളിൽ തിളങ്ങി നിന്നൊരു വ്യക്തി. എത്ര വർഷം ഉണ്ടായിരുന്നു നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ? ഏകദേശം 25 വർഷത്തോളം. അതിൽ 23 വർഷം കണ്ടിന്യൂ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തതും. പിന്നെ എൻ്റെ സേവനങ്ങളും പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ കാസർഗോഡ് ജില്ല, കർണാടക. ജോലിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടായിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ജോലിയിലുണ്ടായത്. കർണാടക, ദക്ഷിണ കന്നഡയിൽ പല ഭാഗത്തും മടിക്കേരി അടക്കമുള്ള കൊടക് ജില്ലയിലൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പൈക്കയിൽ കാറ് കത്തിച്ച സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കൂടിക്കാഴ്ച നടത്താൻ തന്നെ കാരണം. ഇപ്പോൾ എന്തായിരുന്നു നിങ്ങളും ആ വ്യക്തി, ഇല്ലെങ്കിൽ ഇപ്പോൾ അകത്തുള്ള അബൂബക്കർ എന്ന് പറയുന്ന കാറ് കത്തിച്ച വ്യക്തിയുമായിട്ടുള്ള ബന്ധം? ഞാൻ പടുപ്പിൽ ഒരു 5 വർഷം മുമ്പ് ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കൊറോണ കാലത്തിൻ്റെ ശേഷമുള്ള ഡ്യൂട്ടിയിലാണ് അവിടെ കയറുന്നത് ഫസ്റ്റ്. അങ്ങനെ അവിടെ ഒരു 5 മാസത്തോളം ഞാൻ നിന്നതിൻ്റെ ശേഷം ഇയാൾ അവിടെ മുഅദ്ദിനായിട്ട് കാസർഗോഡ് നിന്ന് നമ്മളെ മാലിക്കിനർ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരികയും അവിടുത്തെ കമ്മിറ്റി മുഖാന്തരം ജോലി ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ജോലി കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങളൊക്കെ പുറത്താണ്. അതൊക്കെ കമ്മിറ്റിയോട് ഭയങ്കര ഇതിൽ ആവശ്യപ്പെട്ട് അങ്ങനെ നിന്നപ്പോൾ ഈ കമ്മിറ്റിക്കാർ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ സമസ്തൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ റെഡിയാണ്, ഞാൻ ആളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കും, പിന്നെ MSR അല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരിട്ട് സംസാരിച്ച് അവരതിന് പരിപൂർണമായിട്ട് സപ്പോർട്ടും ചെയ്ത് അവിടെ നിർത്തിയതിൻ്റെ ശേഷം എൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ പല പ്രാവശ്യവും ചില വൈരാഗ്യ ബുദ്ധിയാണ് നീങ്ങുന്നതും, അതുപോലെ തന്നെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ പേഴ്സണൽ വിഷയങ്ങളിൽ ഇടപെടുക. നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇടപെട്ടിട്ട് സംസാരിക്കുക, നമ്മളെ രഹസ്യങ്ങൾ ചോർത്തുക. ഞാനതിന് തൊട്ട് മുമ്പ് ഒരു വീട്ടിലാണ് താമസം, പള്ളീൻ്റെ മുൻവശത്ത് തന്നെ. അവിടെ വാഹനം ഒക്കെ കൊടുന്ന് നിർത്തിയിട്ട് നമ്മളില്ലാത്ത സമയത്ത് ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടും വീട്ടിൻ്റെ അകത്തളത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ രഹസ്യങ്ങൾ ചോർത്തുക. അതായത് നിങ്ങൾ കുടുംബസമേതം അവിടെ താമസിച്ചിട്ടുണ്ട്? ആ, കുടുംബസമേതം താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ 3 മക്കളും വൈഫും എല്ലാവരും കുടുംബ ഫാമിലി ഒന്നിച്ച് അവിടെ താമസിച്ചിരുന്നത്. ഓക്കെ. അപ്പം നിങ്ങളെ ഫാമിലി താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം എന്തിനാണ് വരുന്നത്? അത് ഈ ഒരു കാരണം പറഞ്ഞു, വണ്ടി അവിടെ വെക്കാൻ ഒരു ചെറിയ കാർ ഷെഡ് ഉണ്ട് അവിടെ. അപ്പോൾ അത് എൻ്റെ വണ്ടി അവിടെ തന്നെ നിർത്തും. ഞങ്ങൾക്ക് വണ്ടി ഇല്ലല്ലോ, മൂപ്പരടുത്താണ് ബൈക്ക് ഉള്ളത്. അപ്പോൾ മൂപ്പര അത് അവിടെ തന്നെ കൊടുത്തു. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ച്, അത് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലായതുകൊണ്ട് ഡോറിൻ്റെ നേരെ ഇറങ്ങേണ്ടത് ആ ഷെഡിലേക്കാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കൂടുന്ന വണ്ടി നിർത്തിയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ, കാരണം നമ്മൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരല്ലേ എന്നൊക്കെ അതൊക്കെ എന്നോടൊരു ഭയങ്കര വൈരാഗ്യ ബുദ്ധിയായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ പിന്നെ എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുനിർത്താൻ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് കമ്മിറ്റി എല്ലാം ഒരുക്കി തന്ന് ഫ്രീ ആയിട്ട് റൂമുണ്ട്, സൗകര്യമുണ്ട്, പിന്നെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ, പിന്നെ വേറെ എവിടെയും കൊണ്ടുപോയി വണ്ടി നിർത്തൂല, ഞാൻ ഇവിടെ തന്നെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്ത് നമ്മൾ പറഞ്ഞാലും ഒക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ കണ്ടിട്ട് അതിനെ പ്രതികരിക്കുക, അതും ചീത്ത വിളിക്കുക, വേണ്ടാത്തരങ്ങൾ സംസാരിക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുടുംബ സിറ്റുവേഷൻ പറ്റി സംസാരിക്കുക, ഇതൊക്കെ ഇങ്ങനെ രഹസ്യങ്ങൾ ചോർത്തെടുക്കുന്ന പണി. അത് നമ്മൾ ശരിക്കും കണ്ടതാണ്. അപ്പോൾ നിങ്ങളത് കമ്മിറ്റിനെ ബോധ്യപ്പെടുത്തിയില്ലേ? ആ കമ്മിറ്റിയെ ഇതുപോലെ തന്നെ ഞാൻ ഒരു റൂമിൽ കിടക്കുന്ന സമയത്ത് മദ്രസ വിട്ട് വന്നിട്ട് റൂമിൽ അല്പം വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. റൂം പള്ളിൻ്റെ മുമ്പിലുള്ള ചെറിയൊരു റൂമാണ് എനിക്കുള്ള റൂം. അത് അവിടുത്തെ മൈക്ക് സെറ്റും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന റൂമും കൂടെയാണ്. വളരെ ചെറിയ റൂമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിലുണ്ട്. അതിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഈ വ്യക്തി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ എലിവേഷം അടിച്ചു. മെഷീനിലാക്കിയിട്ട് എലിവേഷം അടിച്ചു. എലിവേഷൻ അടിച്ചിട്ട് ഞാൻ ഉറങ്ങല്ലേ ഒന്നും അറിയുന്നില്ല. പുള്ളി അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വള്ളീൻ്റെ ഡോറും കുറ്റിയിട്ടിട്ട് പോന്നിട്ട് വന്നു. ഞാനിങ്ങനെ ഉറക്കത്തിൽ ശ്വാസം വലിക്കുമ്പോൾ എന്തോ ഒരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് കയറി. ഞാൻ നെട്ടി ഉണരുകയാണ്. നെട്ടി ഉണർന്ന് നോക്കുമ്പോൾ
ഈ മരുന്നടിച്ചിട്ടുള്ളത്. ഞാൻ ഉടനെ മുറ്റത്തേക്കൊരു ഡോറുണ്ട്, അത് തുറന്നിട്ട് ഉള്ളിൽ നിന്ന് അതിൻ്റെ കുറ്റി അത് തുറന്നിട്ട് പുറത്തേക്ക് ചാടിയിട്ട് നേരെ വന്ന് നോക്കുമ്പോൾ പുള്ളി മരുന്ന് ഇങ്ങനെ പുറത്തും പള്ളിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ അവിടെ കിടക്കുന്നുണ്ട്, ഇത് ചെറിയ റൂമാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനുള്ളിൽ മരുന്നടിച്ച് കണ്ട് പുറത്തുനിന്ന് കുറ്റിയിട്ട് പോകുമ്പോൾ എന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമില്ല അത്. അല്ല, അതെന്തിനാ നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ മരുന്നടിച്ചിട്ട് അദ്ദേഹം പുറത്തുനിന്ന് കുറ്റിയിട്ടു? പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ട് പോയി. റൂം പിന്നെ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് പുറത്ത് പള്ളി കയറാൻ പറ്റില്ല. മറ്റേ വീട്ടിന് അതിൻ്റെ പുറത്തേക്കുള്ളൊരു റൂം, മുറ്റത്തേക്കുള്ളൊരു റൂം വേറെ ഉണ്ട്, അതിലൊരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ കുറ്റി തുറന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിച്ചത്. ഇവിടെ റൂമിൽ എഴുന്നേറ്റ പാടെ എനിക്ക് ശ്വാസം കിട്ടാതായപ്പോൾ ഞാനിങ്ങനെ റൂമിൽ മുട്ടുന്നുണ്ട്, തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒക്കെ മരുന്നടിച്ചിട്ട് ഇതൊക്കെ കുറ്റിയിട്ടിട്ട് പോയിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഗൗരവം മനസ്സിലാക്കണം. കൊലപാതക ശ്രമം ചെയ്യുന്നത് പിന്നെ നമ്മൾ അപായപ്പെടുത്തലല്ലാതെ വേറെ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇത് എലിവിഷാണെന്നും ഇത് ഒരാൾ റൂമിൽ കിടന്ന് പിന്നെ കിടക്കണോടുത്ത് വന്നിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് ആ റൂം കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശ്വാസം മുട്ടുന്നൊക്കെ ഈ വ്യക്തിക്ക് അറിഞ്ഞൂടെ? അത്രയും പ്രായം പക്വതയുള്ള വ്യക്തിയല്ലേ, മനുഷ്യനല്ലേ അത്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ അസ്വസ്ഥത, ക്ഷീണം, കാര്യങ്ങൾ സംഭവിച്ചു? ഉടനെ ഉണ്ടായി. ഞാൻ ഉടനെ തന്നെ സെക്രട്ടറിക്ക് വിളിച്ചു. അവിടുത്തെ സെക്രട്ടറി അന്ന് അസിനാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇവർക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല മോനെ, ഇയാൾ എന്നെ അപായപ്പെടുത്താനായിരിക്കും, മരുന്നടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അത് ഞാനൊന്നേരിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംസാരിച്ചതിന് ശേഷം എനിക്കൊരു പരിഹാരം അവിടെ ഉണ്ടായിട്ടില്ല. അതിനെ പറ്റിയൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു പിന്നെ വിഷയത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ മറ്റേ അതൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി അത് കൈയൊഴിഞ്ഞപ്പോൾ മുന്നേ ഇയാൾ മുട്ടത്തൊടിയിൽ നിന്ന് പോകുന്നതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഞാൻ ഇയാളെ ക്രിമിനൽ സ്വഭാവം കണ്ടപ്പോൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ മുട്ടത്തൊടിയിലെ ഖത്തീബ് എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ആരോടും പറയാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടായിട്ടാണ് അയാൾ പോയിരുന്നത്. ഒന്ന് പെരുന്നാൾക്ക് പിന്നെ ബാങ്ക് പിന്നെ ഖത്തീബ് മെമ്പറെ കയറിയ ശേഷം സാധാരണ വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കുന്നത് പോലെ പെരുന്നാളിൽ ഇയാൾ ബാങ്ക് വിളിച്ച് അത് നാട്ടുകാരിടയിലൊക്കെ ചർച്ചയായി. അപ്പോഴത്തേക്ക് ജനങ്ങൾ ഇത് ഇന്ന് വരെ കാണാത്തൊരു സംഭവമല്ലേ. 45 വയസ്സോ 50 വയസ്സോ 60 വയസ്സൊക്കെ ആയ ആൾക്കാർ പള്ളിയിലില്ലേ. ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ പെരുന്നാൾക്ക് ഒരു ബാങ്ക് വിളി കണ്ടിട്ട്, കാരണം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ ഖുത്ബ കയറുന്നത്, ബാങ്ക് വിളിക്കുന്നത് നിസ്കാരത്തിനല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരെന്തായി, ഇയാളെ ഇഞ്ഞോട് നിർത്താൻ പറ്റൂല എന്ന നിലക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ആ വൈരാഗ്യം ഖത്തീബിനോട് തീർത്തിട്ട് ഖത്തീബിനെ ശല്യം ചെയ്യലും ബുദ്ധിമുട്ടാക്കലും ലാസ്റ്റ് ഖത്തീബ് നാട്ടുകാരെ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തി ജമാഅത്തിന് വരുന്നവർ വരെ പള്ളിയിൽ ജമാഅത്തിന് വരാതൊക്കെ ഉണ്ടായി. കാരണം ഈ ഖത്തീബാണ് കുഴപ്പക്കാരെന്ന് വിചാരിച്ചിട്ട് അതിന് പുറത്ത് പണിയെടുക്കും. ഇയാൾ പുറത്ത് പോയിട്ട് അവിടുത്തെ ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾ ശരിയില്ല, നമുക്ക് തുടരാൻ പറ്റില്ല, അയാളും അയാളെ പിന്നെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അവിടുന്ന് അയാളുണ്ടായത് ശരിക്കും അയാളിനോട് തുറന്ന് പറഞ്ഞാണ്. എന്നിട്ട് ലാസ്റ്റ് അവിടുത്തെ ഖത്തീബിനോട് പറഞ്ഞത്, ഉസ്താദെ അയാൾക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്, ഉള്ളിൽ കൂടെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്തിട്ട് നമ്മളെ തുരത്തും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഇടപെടില്ല, ഞാൻ അനുഭവിച്ചതാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാവശ്യം. മുട്ടത്തടി കഴിഞ്ഞിട്ടാണ് പഠിപ്പിലേക്ക് വരുന്നത്. മുട്ടത്തൊടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പഠിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഈ MSR ഉണ്ടായത് മുട്ടത്തടി എന്നല്ല, അല്ല പഠിപ്പിൽ നിന്നാണ്. പഠിപ്പിലുണ്ടാകും. ഇപ്പോൾ MSRന്റെ അഡ്രസ്സും അങ്ങനെയാണ്, ബേഡക ബ്രൈറ്റല്ല കാണിക്കണത്. അതുകൊണ്ട് പഠിപ്പെന്നാണ് അതിന് തുടക്കം കുറിക്കണതും എന്നിട്ട് സംസാരിക്കണതും. എന്നിട്ട് ഞാൻ എന്നോട് നിങ്ങൾ പക്ഷേ പഠിപ്പിൽ അദ്ദേഹം ദീർഘകാലം ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, 4 മാസം. 4 മാസമേ ഉണ്ടായിട്ടുള്ളൂ. ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ സംഭവിക്കാത്ത ഒന്നുമില്ല. മെയിനായിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞ് പോരേണ്ടി വന്നു. കാരണം നിരപരാധിയായ ഞാൻ നാട്ടുകാരടിയിലൊക്കെ ഞാനൊരു കുഴപ്പക്കാരനും പ്രശ്നക്കാരനുമായിട്ട് മാറി. മെയിനായിട്ട് ഇയാൾ ഈ മരുന്ന് അടിച്ച് എന്നെ ശല്യം ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച ഖുത്ബ പോകുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇയാൾ എൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് ഇയാൾ ഈ രൂപത്തിൽ അപായപ്പെടുത്താനൊക്കെ ശ്രമിച്ച വ്യക്തിക്ക് പിന്നെ ഞാൻ സലാം ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ എൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഇനി എൻ്റെ രക്ഷ ഉണ്ടായിട്ട് നീ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എന്നെ അപായപ്പെടുത്തി തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ അയാൾക്ക് സലാം പറയുമോ? ആ നിലക്ക് ഞാൻ ഖുത്ബക്ക് പോകുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു റമദാനിലെ വെള്ളിയാഴ്ച ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുഖം നോക്കിയിട്ട് തുറന്ന് പറഞ്ഞിട്ടില്ല. സലാം പറയാതെ അയാളെ അവഗണിച്ച് ഖുത്ബക്ക് പോകുന്ന സമയത്ത് ഒരു സലാം പോലും പറഞ്ഞില്ല. അയാൾ അങ്ങനെ നീങ്ങാൻ പാടുണ്ട, ഇയാൾ അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ അയാൾ വലിയൊരു പ്രഭാഷകനല്ലേ ഇതൊക്കെ അവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുറേ ആളുകൾ. ഈ മുഅദ്ദിനാണ് അതിനൊക്കെ കാരണക്കാരെ മുഅദ്ദിനാണ്. അല്ല, ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ റൂമിൽ എലിവേഷം അടച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെ ഫാമിലി ഉള്ള റൂമാണോ അത്? അല്ല,
പള്ളിയിലെ റൂമാണ്. ഫാമിലിയുള്ള റൂം അപ്പുറത്ത് വേറെ? പുറത്ത്, പള്ളിൻ്റെ പുറത്ത് മുൻവശത്ത് തന്നെ പഴയ മദ്രസ റൂമാക്കി. ഇത് നിങ്ങൾ പള്ളിയിലുള്ള റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് അല്ലേ? അതിനുശേഷം നിങ്ങൾ പിന്നെ അവിടുന്ന് അതിന് ശേഷം 2 മാസം ഉണ്ടായി. പിന്നെയാണ് 3-ാമത്തെ മാസം റമദാൻ വരുന്നത്. ഇതൊക്കെ അയാൾ വന്ന് ഏകദേശം 2 മാസം ആകുമ്പോഴാണ്. ടോട്ടല് ഒരു 4 മാസം പുള്ളിയോടെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഏകദേശം 10-11 മാസം ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ റമദാൻ്റെ ശേഷം അവിടെ തുടരണമെന്നും അവർ തുടരാൻ വേണ്ടി എന്നോട് പറഞ്ഞതുമായിരുന്നു. 2 ആളുകളും നിങ്ങൾ റമദാൻ കഴിഞ്ഞ ദിവസം തുടരണം, ഇതേപോലെ തന്നെ പോകണം എന്നൊക്കെ അവർ മുൻകൂട്ടി തന്നെ റമദാൻ്റെ മുമ്പ് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾക്ക് വിവരം തന്നിരുന്നു. പക്ഷേ ഈ പ്രശ്നം റമദാനിക്ക് രൂക്ഷമായി. റമദാന് ഒരു വെള്ളിയാഴ്ച രാവിലെ എനിക്ക് 4 ഭാഗത്തും മഹലുകളിൽ നിന്നൊക്കെ വിളി വന്നു. മെയിനായിട്ട് കുറ്റിക്കോൽ മഹലിൽ നിന്നൊക്കെ എനിക്ക് വിളി വന്നു. ഇയാളും ഭാര്യയും കൂടി നിങ്ങളെ മുഅദ്ദിനാണെന്നും പറഞ്ഞിട്ട് ഈ പള്ളിയുടെ മുമ്പിലൊക്കെ വന്നിട്ട് പിന്നെ കലക്ഷനാക്കുക, അതുപോലെ തന്നെ ലെറ്റർ തരിക, വൈഫുണ്ട് കൂടെ പള്ളീൻ്റെ മുമ്പിൽ രജയില്ലാതെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതെന്താ പിരിവിന് പോകുന്നതാ? അത് കലക്ഷൻ പിരിവാക്കാൻ വേണ്ടി അയാൾക്ക് വീടില്ല, സ്ഥലമില്ല, താമസ സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കലക്ഷനൊക്കെ ആയിരുന്നു റമദാനിക്ക് എല്ലാ സ്ഥലത്തും ചെന്നിട്ട്. അത് പടുപ്പിലെ ചില വീടുകളിലൊക്കെ കയറി ഇറങ്ങലുണ്ടായിരുന്നു, പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട്. ദയനീയ അവസ്ഥ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഇയാൾ ജോലി വരെ ഏൽക്കുന്നത്. അതിങ്ങനെ അവതരിപ്പിക്കും, എനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ ആ സമയത്ത് അയാൾ വൈഫിനെ കൊടുത്തിട്ട് പടുപ്പിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വേറെ റൂം കമ്മിറ്റിക്കാർ കൊടുത്തോ? അതെ, പുറത്ത് ഒരു പിന്നെ ശമ്പളത്തിൽ അയാൾക്ക് റൂമാക്കാനുള്ളത് കൂടി കൊടുത്തോണ്ട് പുറത്തൊരു കോട്ടേഴ്സ് ആക്കിയിട്ടായിരുന്നു താമസം. അത് പള്ളീൻ്റെ കമ്പൗണ്ടിലല്ല, പള്ളിയിൽ മുൻവശത്ത് റോഡുണ്ട്, അതിൻ്റെ നേരെ അപ്പുറത്തായിരുന്നു അയാളുടെ റൂം. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കുടുംബവും കാര്യങ്ങളും മക്കളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, ഈ ഭാര്യയും അയാളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ ഭാര്യ ഞാൻ അറിഞ്ഞിടത്തോളം അയാളൻ എന്നോട് പറഞ്ഞത്, ആദ്യം കൊല്ലത്തൊരു ഭാര്യ ഞാൻ വീട്ടിൽ തെറ്റി പിരിഞ്ഞ് അതിൽ 2 മക്കളുണ്ടെന്നാണ് പറഞ്ഞത്. ആ 2 മക്കളിൽ ഒന്നിനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു 10 പവൻ്റെ സ്വർണത്തിന് എൻ്റെ ഉസ്താദ് മധ്യസ്ഥതയിൽ വിളിച്ചിട്ട് അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഉസ്താദ് നിന്നെ കൊടുപ്പിച്ചതാണ്, ഇതിനെ അത് കൊടുത്തിട്ട് ഒഴിവായിക്കോ, അല്ലാതെ അവരെ മുമ്പിലേക്ക് നീ പോകണ്ട, അവർ നിന്നെ അപായപ്പെടുത്തും. ആ രൂപത്തിലാണ് നിൻ്റെ മക്കൾ വരെ നിന്നോടുള്ളതെന്ന് ഞാൻ എൻ്റെ അടുത്ത് വിവരം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സ്ഥിതിക്കാണ് ഉസ്താദിൻ്റെ സംസാരങ്ങൾ. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളടുത്ത്? ഇദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ കൊല്ലം ജില്ലയിലേക്ക് സ്ഥിരമായിട്ട് ഇയാൾക്ക് പോയിട്ട് അവിടെ പകൽ സമയങ്ങളിൽ ഉണ്ടാവാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇയാളെ ഉമ്മ മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വിവരം വരെ അയാൾ അറിയുന്നത് മരിച്ച എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. എന്നിട്ട് അയാൾ പെട്ടെന്ന് ഉമ്മാനെ പോയപ്പോൾ ഖബറിൻ്റെ അടുത്ത് രാത്രി പോയിട്ട് പിന്നെ ഖബർ സിയാർത്ത് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന് ജ്യേഷ്ഠനെ കാണുമ്പോൾ ജ്യേഷ്ഠൻ അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ച് പിടിച്ച് ഉടനെ ഞാൻ ഇറങ്ങിയിട്ട് ഒന്ന് വിട്ടുന്നത്. കാരണം പകൽ സമയത്തൊന്നും. അത് പടുപ്പിലുള്ള സമയത്താണ്? പടുപ്പിലുള്ള അല്ല, അതിൻ്റെ മുമ്പാണ്. ആ സംഭവം അയാൾ എന്നോട് വിശദീകരിച്ചാണ്. പടുപ്പിലുള്ള സമയത്ത് നിങ്ങളടുത്ത് കഥ അങ്ങനെ പറഞ്ഞതാണ്. അല്ല, ഇപ്പോൾ കൊല്ലത്തുള്ള ഒരു ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞത് 3 മക്കളുണ്ട്, പെണ്ണുങ്ങളായിട്ട് തലാഖൊന്നും ചൊല്ലിയിട്ടില്ല, ഇപ്പോഴും ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ ജീവിതം. ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്. പെണ്ണുങ്ങൾ പല സ്ഥലത്തും ജോലിക്കൊക്കെ പോയിട്ട് പല ഹോട്ടൽ പണിയൊക്കെ എടുത്തിട്ടാണ് മക്കൾ പോയിട്ടുള്ളത്. അത്രയും ദയനീയമാണ് അവസ്ഥ. ഇപ്പോൾ 2ാമത്തെ ഭാര്യൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അത് കൊല്ലത്ത് തന്നെ ആ ഭാര്യനെ ഇട്ടിച്ചിട്ട് ഇയാൾ വേറെ ഒരു വ്യക്തി സഹോദരിയെ കല്യാണം കഴിച്ചാണ്. ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം നമ്മളടുത്ത് താമസിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയായിട്ടൊക്കെ ബന്ധപ്പെടലും സംസാരിക്കലും മുടിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോലൊക്കെ ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു നിലക്ക് ജീവിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹിനെ പേടിയുള്ള ഒരു പെണ്ണാണ്. പക്ഷേ ഈ പുള്ളിയുടെ കൂടെ കൂടിയിട്ട് പുള്ളിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇയാൾ ഈ പെണ്ണിങ്ങനെ ഇറങ്ങി നടക്കേണ്ടി മുടുക്കൊക്കെ വരികയാണല്ലോ. അതൊക്കെ സഹിച്ച് പല സമയത്തും നമ്മളെ ഭാര്യനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനും പിടിക്കാനൊക്കെ ഇയാൾ ഏൽപ്പിക്കലുണ്ടായിരുന്നെന്നാണ് ഓളൊക്കെ പറഞ്ഞത്. അത്രയും വൈരാഗ്യ ബുദ്ധിയോടെ നീങ്ങുക. എന്നിട്ട് എൻ്റെ ഭാര്യനെ വിളിച്ചിട്ടൊക്കെ കുറേ ചീത്ത പറഞ്ഞ് എന്തൊക്കെയോ ഓള് പറഞ്ഞു. അതിന് കാരണം പുള്ളിക്കാരനാണ് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. മാത്രമല്ല, ഞാൻ അവിടുന്ന് നിരപരാധിയായ നിലക്ക് ഒഴിവാക്കപ്പെടുന്ന പഠിപ്പിൽ നിന്ന് എൻ്റെ ജോലി വരെ നഷ്ടപ്പെട്ട് ആ സമയത്ത് ഞാൻ മാലിക് ഖത്തീബിനെ വിളിച്ചായിരുന്നു, ഉസ്താദെ നിങ്ങളാണല്ലോ ഇയാളങ്ങോട്ട് പറഞ്ഞയച്ചത്, നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവളോട് ജോലി ഇട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ ജോലിയും കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇയാളെ ഏത് നിലക്ക് നമ്മൾ ന്യായീകരിക്കുക? മുട്ടത്തോടെ ഇയാൾ പെരുന്നാൾക്ക് വാങ്ങി കൊടുത്തിട്ട് പോരേണ്ടി വന്നതല്ലേ എന്നൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ ഇപ്പോൾ എന്നേറ്റ് ബന്ധമൊന്നുമില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത് എന്നൊക്കെ ഇവർ പറഞ്ഞ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോന്നു. നാട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു ഫലം ഉണ്ടായില്ല. ഞാനവിടെ പ്രധാനപ്പെട്ട വ്യക്തികളോടൊക്കെ പറഞ്ഞ് ഇയാളെ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ
സ്വഭാവമുള്ള ആളാണ്. മാത്രമല്ല എല്ലാം വൈരാഗ്യ ബുദ്ധിയോടെ കാണുക. നമുക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടണതോ അതാണ് അയാൾക്ക് തീരെ പിടിക്കില്ല. അയാൾക്ക് അത് പൊരുത്തപ്പെടാത്ത ഒരു സംഗതിയായിട്ടാണ് ഞാൻ കണ്ടത്. ഒരാൾക്കൊരു ഹൈറ് കിട്ടുന്നതും അയാൾക്ക് ഇഷ്ടമല്ല. അതിൽ പോയി കൈയിടാൻ ശ്രമിക്കും. മാത്രമല്ല ഞാനവിടെ ഖത്തീബാണ്. ഞാൻ പലരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഹല്ല് വ്യക്തികളോ കമ്മിറ്റിക്കാരോ വന്നിട്ട് സംസാരിക്കണില്ല, ഇതിൻ്റെ ഇടയിൽ പാഞ്ഞു കയറുക. എന്നിട്ട് ആ സംസാരം കലവിലാക്കിയിട്ട് മൂപ്പരെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ ശമ്പളം കിട്ടാത്തതിനൊക്കെ എന്നോട് വന്നിട്ട് ചൂടാകുക. ഞാൻ ആളെപ്പോലെ ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയല്ലേ. എന്നോട് വന്നിട്ട് അവിടെ ശമ്പളം കിട്ടില്ല, നിങ്ങൾ വാങ്ങിത്ത ഉസ്താദേ, നിങ്ങളല്ലേ അതൊക്കെ ചെയ്യേണ്ടത്, നിങ്ങളവിടെ ഖത്തീബല്ലേ, ഞാൻ മുഅദ്ദിനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളുടെ അടിയിൽ നോക്കുന്നത് സംസാരിക്കുക. അതൊക്കെ പഠിപ്പിലെ എല്ലാ കമ്മിറ്റിക്കാർക്കും ഒക്കെ ബോധ്യപ്പെട്ടത് തന്നെ. പക്ഷേ ഒഴിവാകുന്ന സമയത്ത് അയാളെ പിരിച്ചുവിടുന്ന നിർബന്ധമായപ്പോൾ ഒരു കാരണം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നിങ്ങളെയും കൂടി ഒഴിവാക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ ഈ റമദാൻ കഴിഞ്ഞ ഉടനെ എൻ്റെ മകളെ കല്യാണം വരെ പഠിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിശ്ചയം കഴിച്ച് അവിടുത്തെ ഒരു വ്യക്തിനെ അവിടെ കൊടുന്ന് പങ്കെടുപ്പിച്ച് നിശ്ചയത്തിലൊക്കെ പങ്കെടുത്ത് പോയി അയാൾ വിഷയം അവിടെ അവതരിപ്പിച്ച് റമദാൻ കഴിഞ്ഞാൽ കല്യാണത്തിനുള്ള എല്ലാ സംവിധാനവും ഉസ്താദിന് ആക്കിത്തരും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സാമ്പത്തികമായൊക്കെ നമുക്ക് മഹലിൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അനുകൂലിച്ച വ്യക്തികളാണ്. ഈ ഒരൊറ്റ പ്രശ്നം ഇയാളും ഞാനും കൂടി സംസാരം ഉണ്ടായാലും അന്ന് വെള്ളിയാഴ്ച ഖുതുബക്ക് പോകുമ്പോൾ ഞാൻ ഇയാൾക്ക് സലാം ചൊല്ലിയിട്ടില്ല. അയാൾ അത്ര ഇതുള്ള ഒരു വ്യക്തിയല്ല. അങ്ങനെ അദ്ദേഹം നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടായോ? ആര് ഈ മുഅദ്ദിൻ ഞാനും കൂടിയാ മുറ്റത്ത് പള്ളിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ച്. അദ്ദേഹം കഴുതേ റാസ്കളെ, നീ ആരാക്കൂടാ, നീ എന്താക്കൂ, നിന്റെ ജോലി ഞാൻ തീർപ്പിച്ചു തരാം. പള്ളിന് മുമ്പ് റമദാനില് റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച. ആ സമയത്ത് കമ്മിറ്റിക്കാരും ഭാരവാഹികളൊന്നും ഉണ്ടായിട്ടില്ലേ? പള്ളിന്റെ മുമ്പില് ടൗണല്ലേ, അടുപ്പിലെ പള്ളിന്റെ നേരെ മുൻപിലാണ് ടൗണ്. അവിടെ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ ഇത് കേട്ടു. അപ്പൊ ഞാനിങ്ങനെ കുറെ സംസാരിക്കാതെ റൂമിൽ കണ്ട് പോയതും കുറെ ആൾ കണ്ടു. ആദ്യം കുറച്ച് വേണ്ടാത്തരം പറഞ്ഞപ്പോ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ റൂമിൽ കയറിയിട്ടും സെക്രട്ടറിക്ക് വിളിക്കുന്നുണ്ട്, ഇയാളോ അങ്ങനെയാണ്. അതിന് മുമ്പാണ് കുടുംബരഹസ്യങ്ങളൊക്കെ. കൊലപാതക ശ്രമം എന്ന് പറഞ്ഞത് അതിന് മുമ്പാണോ? അത് അതിന് മുമ്പാണ്. അതിന് മുമ്പ് വന്നിട്ട് 2 മാസം ആകുമ്പോഴാണ്. ഇത് ഏകദേശം റംസാനിക്ക് പ്രവേശിക്കുമ്പോൾ 4ാമത്തെ മാസം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ നിരപരാധിത്വം മുഴുവൻ അവരോട് പറഞ്ഞു നോക്കി. കമ്മിറ്റി ഭാരവാഹികളിൽപ്പെട്ട 2 വ്യക്തികളോട് വ്യക്തമായിട്ട് പറഞ്ഞു. സെക്രട്ടറിയോടും പ്രസിഡന്റ് മുസായിറും സെക്രട്ടറി ഒരു ജോയിൻറ്റ് സെക്രട്ടറി മറ്റായിരുന്നു ലത്തീഫ്, അവരൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാനെന്ത് ഈ വിഷയത്തിൽ നിരപരാധിയാണ്. അയാളുടെ പേരിൽ നിങ്ങൾ എന്നെ പിരിച്ചുവിടണ്ട. നിങ്ങൾക്ക് വേറെ വല്ല കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ റമദാന്റെ മുമ്പേ ഉറപ്പിച്ചു ചെയ്തത്, റമദാന്റെ ശേഷം അയാളെ കൂടെ തുടരാൻ കഴിയൂല, ഒരു നിലക്കും സാധിക്കൂല. കാരണം ഞാൻ വല്ല വഴുതിന് മറ്റോ പോകുമ്പോഴേക്കും കമ്മിറ്റിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, അവരോട് അയാൾ പിന്നെ നമുക്ക് തുടരാൻ പറ്റുന്ന ആളല്ല, അതല്ല ഇതല്ല, ഇയാൾ ഫുള്ള് പ്രഭാഷണം മറ്റു പരിപാടിയിൽ പോവുകയാണ്. പക്ഷെ പ്രഭാഷണത്തിനൊന്നുമല്ല ഇയാൾ പോകുന്നത്, ഇയാൾക്ക് അങ്ങനെയുണ്ട് എന്നത് പലതും പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരെ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ അവിടെ ഉണ്ടായിരിക്കണ മുമ്പ്. ഞാൻ എവിടേക്കെങ്കിലും വഴുതിന് മുമ്പാണ് സംഭവം. എന്നിട്ട് ഞാൻ വന്നാൽ എന്നോടും പറയാം, നിങ്ങൾ അങ്ങനെ ഇവിടെ ഇതാക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല, അപ്പോൾ എനിക്ക് ലീവ് വേണ്ടേ, ഞാൻ പോകണ്ടേ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു ജോലിക്കാരനല്ലേ, എനിക്ക് എൻ്റെ നാട്ടിലേക്കൊക്കെ പോകണ്ടേ. ഞാൻ പറഞ്ഞു പൊക്കോ, എപ്പോൾ വേണമെങ്കിലും പൊക്കോ, നിങ്ങൾ ഒരു മുടക്കില്ല. നിങ്ങൾ ആ പോണ ദിവസം 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞാൽ മതി, 4 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവില്ല എന്ന്. മാത്രമല്ല എൻ്റെ മകന് അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് എൻ്റെ മകന്. ആ പുള്ളിയുടെ ഭാര്യയെ കൂട്ടിയിട്ട് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അറിയാം. പല പ്രാവശ്യം എന്നോട് വന്നിട്ട് വിടൂ ഉസ്താദേ മകനെ, അവള് സുഖിലാണ് കിടക്കുക, നിങ്ങളെന്നാ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടോ. അപ്പോൾ ഇവൻ്റെ ഭാര്യ പോലും അല്ലാത്തൊരു ശൈലിയുള്ള സംസാരം അവളെടുത്തിട്ട് കൊണ്ടോ ആണ്. 1-2 പ്രാവശ്യം ഇവനെ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒന്ന് സാധനം വാങ്ങിക്കൊടുക്ക്, വീട്ടിൽ കടയിൽ നിന്ന് അത് വാങ്ങിക്കൊടുക്കുക, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മകനെ ചീത്ത അറിയാം. പള്ളിയിലെ ഡ്യൂട്ടികൾക്ക് ഫുള്ള് ഇവനെ വേൽപ്പിക്കും. വെള്ളിയാഴ്ച ഒക്കെ അങ്ങനെ ചെയ്യണം എല്ലാം. നിങ്ങളെ മോനെ? എൻ്റെ മോനെ. അത് ചെറിയ കുട്ടിയാണ്, അതായത് 6ാം ക്ലാസ്സിൽ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഈ ചെറുക്കെ ചെന്നിട്ട് നമ്മൾ ഉസ്താദ് അത് പറഞ്ഞിട്ട് വളരെ വിഷയമായിട്ട് എടുത്തിട്ട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ സഹകരിച്ച് കൊടുക്കും. വെള്ളിയാഴ്ച എല്ലാ പണിയും അവനെടുക്കും, പള്ളി വൃത്തിയാക്കും, അതുപോലെ തന്നെ ഡോറ് തുറക്കലും പിടിക്കലും ബാങ്ക് കൊടുക്കലും ഒക്കെ അവൻ ചെയ്തിരുന്നു. പക്ഷേ അവനെയും വന്നിട്ട് ഭീഷണിപ്പെടുത്തുക, നിങ്ങളുടെ വണ്ടി എടുത്ത് നടക്കണ്ടല്ലടാ, അവനെടുത്ത് ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഠിക്കണ സമയമാണ്. അപ്പോൾ ടൗണിലേക്കല്ലാത്ത ഏരിയയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നീ ഇവിടെ വണ്ടി എടുത്ത് നടക്കുന്നുണ്ട്, എന്നെ കാണിച്ചു തരാം, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കനടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു നിങ്ങളെ മോനെ. പിന്നീട് ഞാൻ അവിടുന്ന് പോന്ന ശേഷം പുള്ളിയെ കൊണ്ട് എനിക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ വിശദമായിട്ട് പറയണില്ല. കാരണം ഞങ്ങളൊക്കെ ഒരു പേഴ്സിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ.
എൻ്റെ ഇപ്പോഴും ഉള്ള മനസ്സ് അയാൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യമായിട്ട് ജീവിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ എല്ലാ മാന്യതയും തകർക്കുന്ന വിഷയങ്ങൾ അയാളിൽ തന്നെ ഉണ്ടായി. ഈ വൈരാഗ്യ ബുദ്ധി എന്നോട് കാണിച്ചുകൊണ്ട് എനിക്ക് ശരിക്കറിയാം, ആ വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട് തന്നെയാണ് പൈക്കത്തെ ഖത്തീബിൻ്റെ കാറും കത്തിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടത് ഈ പോലീസുകാരെ അന്വേഷണത്തൊക്കെ ഈ ചാനൽ വഴി ഞാൻ അറിഞ്ഞപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാളെ പിന്നെ ഭയപ്പെടുത്താൻ തന്നെ വന്നതാണ്. അയാൾ 11:30 മണിക്ക് അയാൾ റൂമിൽ നിന്ന് അയാൾ പള്ളിയിൽ നിന്ന് ദർസ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അയാൾക്ക് ഫാമിലി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഫാമിലി അടുത്തേക്ക് പോലുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ വന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ട് പോകുന്ന വഴിക്ക് വല്ലതും ചെയ്തിട്ട് പോയാൽ പിന്നെ ആരും അറിയില്ല എന്നൊക്കെ ആയിരിക്കും അയാളെ ധാരണ. പക്ഷെ മലപ്പുറത്ത് അങ്ങോട്ട് എത്തണ്ടേ, യാത്ര എന്തായി ഇല്ല ഇതൊക്കെ തീരും, അള്ളാഹു തീരുമാനിക്കണല്ലേ നടക്കുള്ളൂ. അങ്ങനെ വന്നു. ഇവിടെ എത്തുമ്പോൾ ഇയാൾക്ക് ഈ സമയമൊക്കെ തെറ്റി. അപ്പോൾ പിന്നെ ഏതായാലും നട്ടപ്പാതിനെ കണക്കാക്കിയിട്ട് പോയിട്ട് കാറിനങ്ങ് എത്തിയിട്ട് മൂപ്പര് എന്നോട് പറയുകയും ചെയ്ത്, പൈക്കത്തെ ഖത്തീബിനോട് വിളിച്ചിട്ട് പറയുകയും ചെയ്ത്, ഞാൻ എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ കുറേ പ്രതിസന്ധി ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഞാൻ തടവെച്ചു. പിന്നെ എൻ്റെ ശരീരത്തിനൊന്നും പറ്റാതിരുന്നത് അത് റബ്ബിൻ്റെ കാവലിനാണ് എന്ന് ഇപ്പോഴും അയാൾ വിശ്വസിക്കുന്നത്. അയാൾ അങ്ങനല്ല, എന്ത് ചെയ്തു എന്നാണ് നിങ്ങളിപ്പോൾ, നിങ്ങൾക്ക് എന്താ പ്രയാസം അതിന് ശേഷം ഉണ്ടായത്? എനിക്ക് പ്രയാസമായിട്ട് വന്ന് ഇപ്പം റൂമിൽ മരുന്നടിച്ചത് തന്നെ. മറ്റൊന്ന് ഇവ എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ സംസാരിക്കലും പെരുമാറലും. എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വാരി അങ്ങോട്ട് പോകുന്ന അവിടെ 2 സാളില്ലാതെ ഇയാൾക്ക് കൊണ്ടുവച്ച് കൊടുക്കണം. ഗ്യാസ് സാധനം ഇതൊക്കെ എൻ്റെ റൂമിലേക്ക് വെക്കും ഉസ്താദേ, അവിടെ നമ്മൾ ഉപയോഗിക്കട്ടെ, അതായത് ഉപയോഗമില്ലാതെ എടുക്കല്ലേ. ഞാൻ പറഞ്ഞു ഗ്യാസ് മുറ്റിയൊക്കെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഊരി വെച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇവിടെ റൂം സൗകര്യമൊക്കെ ഇല്ലേ? അതിനാണ് കമ്മിറ്റി ശമ്പളം തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളത് വാങ്ങാനും റൂം എടുക്കാനൊക്കെ ഉള്ള ശമ്പളം ഒരു കൂട്ടി കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ആ ഒരു 4 മാസം കൊണ്ട് എന്തൊക്കെയോ ആക്കി തീർത്ത് അവസാനം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് പോന്നിട്ട് ഇന്ന് വരെ ഞാൻ കണ്ണീരാലെ കൈയേക്കിയിട്ട് റബ്ബിനോട് ദ്വാരക്കരുത്, പടച്ചോനെ ഇയാൾ ഈ രൂപത്തിൽ എന്നെ ആക്കി തീർത്ത് കാസർഗോഡ് ജില്ലയായിട്ട് ഞാൻ ബന്ധമില്ലാത്ത രൂപത്തിലായി. എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ മുടങ്ങുന്ന രൂപത്തിൽ ഞാൻ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന് ഒരു കൊല്ലക്കടുപ്പായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു മാനസിക പ്രതിസന്ധി, ശാരീരികമായിട്ട് വരുന്നത് വേറെ, മാനസികമായ പ്രതിസന്ധി പ്രയാസങ്ങളും ഇങ്ങനെ ഉണ്ടായിത്തീരുന്നത് നിങ്ങളെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ പലയിടത്തും വേണ്ടപ്പെട്ടവരടുത്ത് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മരണം വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോലി ചെയ്ത ഒരാളിൽ നിന്ന് തന്നെയാണ് എന്ന് 1-2 ആളല്ല പലരും എന്നോട് പറഞ്ഞു. അതിൻ്റെ ഫലം ഒന്ന്, നിങ്ങളെ പ്രശസ്തി നഷ്ടപ്പെടുത്തുക, നിങ്ങൾ വയലിനും പരിപാടിക്കൊക്കെ പോകുന്നത് നിർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ അകാരണമായി ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഭക്ഷണത്തരം വരിക, നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ. അത് കാരണം ആ ഒരു പ്രശ്നത്തിൻ്റെ ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരെ കാര്യമായിട്ടൊരു പരിപാടിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എനിക്ക് വിളിയും കാര്യങ്ങളോ വയലിനോ കാര്യത്തിനോ മറ്റോ ഇല്ല. അന്ന് ആ വീണ് കിടക്കുന്ന ഉടനെ തന്നെ ക്യാൻസലായി പോയ ഇപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായാലും 1-2 അടുപ്പിൽ അന്ന് ഉസ്താദിന് വരാൻ പറ്റിയിട്ടതുകൊണ്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ 9 വർഷമൊക്കെ ആയിട്ട് റബീഉൽ അവ്വലൊക്കെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ റബീഉൽ അവ്വലിൽ ഒരൊറ്റ ഒരു പരിപാടി എനിക്ക് കാസർഗോഡ് നിന്ന് വിളി വന്നിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്ത് ഈ പ്രശ്നങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ദിവസം റബീഉൽ അവ്വലിൽ എനിക്ക് ഒഴിവുണ്ടാവില്ല. കാസർഗോഡ് തന്നെ പരിപാടി ഇല്ല, 1-2 പരിപാടി ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് നിങ്ങൾക്ക് പഴയ ബന്ധങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പഴയ ബന്ധങ്ങളില്ല. കാസർഗോട്ടുകാർ കൂടുതൽ തന്നെ വേദന വിളിക്കണ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഞങ്ങളാ പ്രഭാഷണ മേഖല തന്നെ ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. പലരോടും കൊള്ളിയെടുക്കത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് അവിടുന്ന് വോയിസ് വിടുക. ഇവിടുന്ന് പഠിപ്പിൽ നിന്ന് വിരിഞ്ഞ് പോയ ഉടനെ അയാൾ കൊള്ളിയെടുക്കത്തായിരുന്നു. ആ കൂലിയെടുക്കത്ത് നിന്ന് എനിക്കിങ്ങനെ നിന്നെ കാണിച്ചു തരാം, നിന്റെ പണി തെറിപ്പിച്ചു തരാം, നീ കാസർഗോഡ് ജില്ലയിൽ വയല് എങ്ങനെ ഈ മന്ത്രമൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനെ മാരണങ്ങളും മന്ത്രങ്ങളും ചെയ്യൽ ഇയാളെ സ്ഥിരം ജോലിയാണ്. അതിന് തന്നെ ചില ജ്യോത്സ്യന്മാരെടുത്ത് ഇങ്ങനെയുള്ള ആളുകളെടുത്തൊക്കെ ഇയാൾ പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അയാളൊന്ന് കടത്തിക്കളയാം, അവന് അവിടെ മുക്കറിയായിട്ട് വലിയ വരച്ചണ്ട, മറ്റൊരു സദറായിട്ട് വരച്ചണ്ട, ഞാൻ കാണിച്ചു തരാം, അയാൾക്ക് നമ്മളെടുത്ത് പണിയുണ്ടെന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ചാണ് ആ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളടുത്ത് പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്തു വെച്ചു? എനിക്കത് ചെയ്തു വെച്ചെന്ന് പൂർണ്ണ ഉറപ്പാണ് എനിക്ക്
സംശയമില്ല. കാരണം അത്രയും പ്രയാസങ്ങൾ അതിനുശേഷമാണ് നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് അവനക്ക് സേവനം ചെയ്തിരുന്ന, അവനെ എല്ലാം സഹായിച്ചിരുന്ന പള്ളിയിലൊക്കെ സേവനം ചെയ്തിരുന്ന എൻ്റെ മോനില്ലേ, ആ മോനും ഞാനുമാണ് പറ്റ സുഖമില്ലാണ്ടായത്. ഞങ്ങൾ ശത്രുക്കളായി മാറി. ഞങ്ങൾ പരസ്പരം വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവനെ എനിക്കും കാണാൻ കഴിയില്ല, അവനെ എനിക്കും കാണാൻ, അങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ, മക്കളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രയാസം, ഭയങ്കര പ്രശ്നം. പുരൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് അസ്വസ്ഥത വന്നു. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ തലക്ക് സഞ്ചാരം, വയറ്റിനുള്ളിൽ വേദന, അങ്ങനെ പ്രശ്നങ്ങൾ തന്നെ. എത്ര വർഷക്കാലം അങ്ങനെ 1 വർഷക്കാലം ഉണ്ടായി. 10 മാസം ഞാൻ പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ഇത്ര വലിയ പ്രഭാഷകനായ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു? ഞാനത് അതുകൊണ്ട് അന്ന് പിന്നെ എനിക്കൊന്നും ചെല്ലാനും പറയാനും ഖുർആനും പ്രതികരിക്കാനൊന്നും കഴിയണില്ല. കാരണം നമുക്ക് സംസാരത്തിന്റെ വില വിൽക്കുമെന്ന് ഞാൻ ശാരീരികമായിട്ട് പറ്റ അവശനായി. പിന്നെ എൻ്റെ ഊരക്ക് ഡിസ്കിന് പ്രശ്നം വന്ന് ഒരു ചെറിയ വീഴ്ചയിലൂടെയാണ്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങളെ ഈ സൂക്കടിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഒരു ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല, കിടക്കേണ്ടതൊന്നുമില്ല. കാരണം ഒരു ഡിസ്കിന് ചെറിയൊരു പ്രശ്നമുള്ളത്. പിന്നെ വാരിയലിൽ അത് വീണിട്ട് സംഭവിച്ചാണ്. പക്ഷെ ആ വീഴ്ച തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാല് തന്നിട്ടോ മറ്റോ ആയിട്ട് വീണതായിട്ട് തോന്നുന്നില്ല. കാലാരോ പിടിച്ച് വലിച്ചോലെ തോന്നുന്നു. ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ ദുബൈയിൽ നിന്നാണ് സംഭവം. ദുബൈ അൽക്കൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ പോയതാണ്. പക്ഷെ ദുബൈയിലൊക്കെ നിങ്ങൾക്ക് വേദികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം ദുബൈക്ക്, കാസർഗോട്ടെ നമ്മളെ സഹപ്രവർത്തകരും എൻ്റെ പ്രഭാഷണ വേദിയിൽ വരുന്ന ആളുകളും ഞാൻ ജോലി ചെയ്ത മഹലുകളിൽ നിന്ന ആളുകളും പ്രഭാഷണത്തിന് എത്രയോ പ്രാവശ്യം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. എപ്പോൾ ഞാൻ ചെന്നാലും എൻ്റെ കാസർഗോട്ടെ സ്നേഹിതന്മാരും ആ മഹലിൽ ജോലി അവിടെയുള്ള ആളുകളുമാണ് എന്നോട് സഹകരിക്കാനും സഹായിക്കാനും എന്നെ എയർപോർട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോലും എനിക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരലും എന്ത് വിഷയം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോയാൽ അതിന് വ്യക്തിപരമാണെങ്കിലും വല്ല മദ്രസക്കോ പള്ളിക്കോ സ്ഥാപനങ്ങൾക്കോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സേവനം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയതാണെങ്കിലും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് പരിപൂർണമായിട്ടും കാസർഗോട്ടുകാരാണ്. കാരണം 25 കൊല്ലം ഞാനും കാസർഗോഡ് അങ്ങനെയായിരുന്നു. ഈ 2-3 വർഷത്തിൻ്റെ മുമ്പ് ഇദ്ദേഹമായി പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു ബന്ധം ഇപ്പോൾ ഇല്ല. കാസർഗോഡായിട്ട് ഒരു ബന്ധമില്ല. കാസർഗോഡ് പോകാനും ജോലിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ല, എന്നാരും വിളിക്കണമില്ല. ഇത് അത്ര ഒരു പ്രയാസമായിട്ട് തോന്നി ആ സംഭവം. അതൊക്കെ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും 100% ഉറപ്പാണ്. കാരണം അത്രയും ആളുകൾ എനിക്ക് ഇതിന്റെ വിദഗ്ധരായ ആളുകൾ എന്നോട് പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഖുർആനും ഉണ്ട്, ഹദീസും ഉണ്ട്, തെളിയുന്ന കാര്യങ്ങളല്ലേ സിഹിർ എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫലക്കും നാസും ഇറങ്ങിയത് എന്തിനാ? നബീദ് എന്ന് പറഞ്ഞ ഒരു ശത്രുവിൻ്റെ സിഹർ മാരണമായിരുന്നു. അതുകൊണ്ട് ഖുല്ലാഉദു റബ്ബിൽ ഫലക്ക് നാസ് ഈ 2 സൂറത്ത് കൊണ്ട് കാവല് ചോദിക്കൂ നബി എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എത്രയോ സഹാബത്തിനോട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളവിടെ താമസിക്കേണ്ട, അത് നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റാത്ത ചിലത് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന വ്യക്തിയുടെ മാരണം നിങ്ങൾക്കുണ്ടെന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞത് ഹദീസിലുള്ളതല്ലേ, ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമല്ലേ. പക്ഷെ അതിന് നമുക്ക് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിയും, അതിന് സംശയമൊന്നുമില്ല. അത് നമുക്ക് നല്ലോണം ചൊല്ലിപ്പറയാനും അതിനു വേണ്ടി ഇരിക്കാനും സമയം വേണം. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ നിരന്തരം എനിക്ക് ചില മശായിഖന്മാരുടെ കയ്യിൽ നിന്ന് അവർ ഇജാസത്ത് വാങ്ങിയിട്ട് സമ്മതത്തോടു കൂടെ ചെല്ലുന്നത് തന്നെ ചില ഔറാദുകൾ സ്ഥിരമാക്കിയപ്പോൾ ഇപ്പം എനിക്ക് വഴതിലും കൊടുക്ക് വിളി വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തീർച്ചയായും കാസർഗോട്ടുകാർ ഉസ്താദിനെ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നമ്മൾ ഈ എടുക്കുന്ന ഒരു ഞാൻ ഈ സംഭവം വിവരം എൻ്റെ റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തത്, പഠിച്ചവനെ എനിക്ക് ഈ മരണം ചെയ്ത പ്രതി ആരാണെങ്കിലും അത് അവനൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ആരാണെങ്കിലും റബ്ബെ ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവനെ ജനങ്ങൾക്കിടയിൽ എന്നെ വഷളാക്കാനും വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചതെങ്കിൽ അതേ പരീക്ഷണം കൊണ്ട് അവനെ പരീക്ഷിച്ചിട്ട് ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഫദീഹത്താക്കണേ റബ്ബേ എന്ന് ഈ സംഭവത്തിൻ്റെ വിളി പൈക്കത്തെ ഖത്തീബ് മുഖാൻ എനിക്ക് വിടുന്നതിൻ്റെ മുമ്പ് ദിവസം ഞാൻ ദ്വാരുന്നിട്ടാണ് ഉള്ളത്. ഇന്നും ഞാൻ അതിന് കമൻറ്റ് വിട്ടപ്പോഴൊക്കെ 1-2 ഞാൻ വിട്ടിട്ടുണ്ട്. എന്നെ ഈ രൂപത്തിലാക്കാൻ ശ്രമിച്ചത് ആരാണോ അല്ലാഹു തആല, ഞാൻ ഈ പടച്ച റബ്ബിനോട് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം തന്നെ തോന്നുന്നു എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് ഞാൻ അതിന് കമൻറ്റ് ഇട്ടിട്ട് തന്നെ പറഞ്ഞതാണ്. കാരണം കാസർഗോഡുമായിട്ടുള്ള ബന്ധം പറ്റാണ്ട് വിട്ടുപോയി. 2 വർഷം. നിങ്ങൾ സൗദിയിൽ പഠിച്ചിറങ്ങിയ വർഷം ഏതാണ്? 2000-ത്തിന് ശേഷം നിങ്ങൾ കാസർഗോഡ് തന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ജോലിയാണ്, മതപ്രഭാഷണമാണ്, വേദികളാണ്, എല്ലാം കാസർഗോഡ് തന്നെ. 2 വർഷം മരുതെടുക്കം ഉണ്ടായിരുന്നു. 2 വർഷം ഞാനിപ്പോൾ 55-ാം മൈൽ ചട്ടഞ്ചാല 55-ാം മൈലുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒരു 3-4 വർഷം കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി, അതുപോലെ തന്നെ മീനാപ്പീസ്, അങ്ങനെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു.
അന്നൊക്കെ എനിക്ക് ഫുള്ള് പ്രഭാഷണം പരിപാടിയായിട്ട് 2, 3, 4 മാസം കണ്ടിന്യൂ ആണ്, ഒരു ഒഴിവും ഉണ്ടാവില്ല. അതേ ലെവലിൽ തന്നെ ഈ 4 കൊല്ലം മുമ്പ് വരെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് പരിപാടി 5-10 പരിപാടി റബീഉൽ അവ്വലിൽ ഏറ്റിട്ട് ഞാൻ വരുന്ന സമയത്താണ് രാവിലെ ഞാൻ എനിക്ക് വീഴ്ച പറ്റുന്നത്. പിന്നെ വീട്ടിൽ വന്ന ശേഷം ഒരു മാനസിക പ്രയാസങ്ങൾ, പിന്നെ നടു പൊക്കാനും വയ്യ, നടക്കാനും. പക്ഷേ ഉസ്താദിന് തോന്നുന്നുണ്ടോ ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിലൊരു ഉസ്താദ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അതിലും സംശയമുണ്ട്. കാരണം ഖുർആൻ ഇയാൾക്ക് ശരിക്കും ഓതാൻ അറിയില്ല. ഒരു മൗലൂദ് ഓതാണെങ്കിൽ അതിൻ്റെ ഹിക്കായത്ത് അധ്യായം പോലും ശരിക്കും ഇയാൾക്ക് ഓതാനും വായിക്കാനും അറിയായിട്ട് ഞാൻ പല പ്രാവശ്യം തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെല്ല്, നിങ്ങൾ ആ മൗലൂദിൻ്റെ കിതാബ് എടുത്തിട്ടൊന്ന് നോക്ക്, നിങ്ങൾ ഞാൻ അതൊക്കെ ഇയാൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ കാണുക. അവൻ എന്നെ പിന്നെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മദ്രസയിൽ അവിടെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഈ 3 മാസം പഠിപ്പിൽ എല്ലാ കുട്ടികളും തോറ്റു. പഠിപ്പിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാമിൽ എല്ലാ കുട്ടികളും തോറ്റു. ക്ലാസ് അധ്യാപകൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹമായിരുന്നു. എല്ലാ കുട്ടികളും തോറ്റു. അങ്ങനെ അവസാനം ഞാൻ ആ വിഷയം കോളിയടക്കത്ത് ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്ന് എനിക്ക് എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോളിയടക്കത്തെ സെക്രട്ടറിയോട് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയെ നിർത്തുമ്പോൾ ശ്രദ്ധിച്ചോ, അയാളൊരു ഒരു ഒരു ദേശക്കാരനോ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളെ മഹലിന് ചീത്തപ്പേര് വരണ്ട, ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം വിഷയമാക്കണ്ട. മുട്ടത്തൊടിയിലെ ഖത്തീബിനോട് ചോദിച്ചു. എൻ്റെ അടുത്ത് മുട്ടത്തൊടിയിൽ നിന്ന് 2 കിതാബ് വരെ പള്ളി വഖഫ് ചെയ്ത കിതാബ് എടുത്തിട്ട് അയാളെ പോന്നിട്ടുള്ളത്. മുട്ടത്തൊടി ഖത്തീബിനോട് പറഞ്ഞതാ. അയാളെ കള്ളിൽ കണ്ട മോശന ശ്രമം. എൻ്റെ സാധനങ്ങൾ ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മദ്രസയിൽ ഒരു ദിവസം കുട്ടികൾ എനിക്ക് കൊണ്ടുവന്ന വലിയൊരു പെർഫ്യൂമിന്റെ ബോട്ടിൽ, ഒരു അത്തറിന്റെ കുപ്പി, വലിയ കുപ്പിയായിരുന്നു. അതവിടെ ഞാൻ വെച്ചു. ക്ലാസ് എടുത്ത് കുറച്ചൊരു പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കുപ്പി കാണുന്നില്ല. അവസാനം ഞാൻ കുട്ടികളെ മുഴുവൻ ചോദ്യം ചെയ്ത്. കാരണം ചെറിയ മക്കൾ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അറ്റങ്ങളിപ്പോൾ ഇത് ചെയ്യോ? അതിലൊരു കുട്ടി ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഉസ്താദ് മുക്കുരി ഉസ്താദ് ഇവിടെ വന്നിരുന്ന് എടുത്തിട്ട് പോയി കിടന്നത്. ഞാൻ എന്നിട്ടും അത് പരസ്യപ്പെടുത്തില്ല. എൻ്റെ കയ്യിൽ തെളിയട്ടെ, കാരണം കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ പല ബുദ്ധിക്ക് എന്തും പറയാം. പക്ഷെ അദ്ദേഹം പിന്നീട് അയാളെ റൂമിൽ നിന്ന് എൻ്റെ മോനെ അവർ പിടിക്കുകയും ചെയ്തു. അതല്ല ഉസ്താദേ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെ വിളിച്ചു പറഞ്ഞ ആളുകൾ, ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് കുടുംബത്തിൻ്റെ അംഗമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുടുംബമല്ല, അദ്ദേഹം കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു ഉസ്താദ് അല്ലല്ലോ, പിന്നെ കാസർഗോഡ് ഭാഗത്ത് എങ്ങനെയാണ് ഉസ്താദായത്? ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ജോലി എന്താ വെച്ചു. അപ്പോൾ പറഞ്ഞു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു പണിയിലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി ഈ പോയിട്ടുള്ള എല്ലാം എനിക്ക് അറിയാം എന്നൊക്കെ അയാൾ പറഞ്ഞത്. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡ്യൂട്ടിയൊക്കെ കൊല്ലം ജില്ലയിലുണ്ടായി. അപ്പോൾ അത് ഉസ്താദ് ആയതിനു ശേഷം അയാൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉസ്താദ്മാർക്ക് ഇപ്പോൾ എന്തും ജോലി ചെയ്യാലോ. കാസർഗോഡ് ജില്ലയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു ഇയാൾക്ക് മനസ്സിലായി അവിടുന്ന് മറിഞ്ഞ് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം. രണ്ടാമത് പള്ളി മദ്രസ ജോലി ചെയ്യുന്ന ഇമാമുമാരും ഖത്തീബന്മാരും ഒക്കെ ആവുമ്പോൾ ജനങ്ങളെ റെസ്പെക്റ്റ് കാസർഗോഡ് കിട്ടുന്നത് പോലെ വേറെ എവിടെയും കിട്ടില്ല. പള്ളിയിലോ മദ്രസയിലോ ജോലി ചെയ്യുന്ന ഖത്തീബോ ഇമാമോ മൗലവിയോ ഒരു ഉസ്താദ് ആണെങ്കിൽ പോലും കാസർഗോഡുകാരെ റെസ്പെക്റ്റ്, അവരുള്ള ബഹുമാനം പരിഗണനയും വേറെ എവിടെയും കിട്ടൂല. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ 20 കൊല്ലം ബന്ധമുള്ള സ്ഥലമല്ലേ കാസർഗോഡ്. അതുകൊണ്ട് ഓരോ മഹലിലും നമുക്ക് തരുന്ന ആ ബഹുമാനം ആദരവും അതൊക്കെ ഈ ഒറ്റ ഒരു വ്യക്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടിപ്പോൾ ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിച്ചില്ലേ ഈ സമൂഹത്തെ. അതാണ് നമുക്ക് വലിയ വേദന. കാരണം ഞാൻ വൈക്കത്തെ ഖത്തീബിനോടും പറഞ്ഞു, ഇനി മേലാലിൽ ഇവനെ ഒരു മഹലിൽ മറ്റ് ഖത്തീബന്മാരെയും അവിടുത്തെ ദർശനെയും ഒക്കെ ഇതാക്കുന്ന രൂപത്തിൽ അവിടെ സേവനം ചെയ്യുന്ന ആൾക്കാരെ കഞ്ഞിയിൽ ഉപ്പ് വാരിയിടാൻ ഇത് വാരിയിടാൻ പൊയ് വാരിയിടാൻ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത് നിങ്ങളെ ശ്രമം കൊണ്ട് നടന്നല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് ആദ്യം തന്നെ വിട്ട് ഞാനാണ്. അതെ, ഈ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് പോലീസിൽ പരാതി. അപ്പോൾ നിങ്ങളായാലും ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്തൊന്നും പോലീസിലായിട്ട് സമീപിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ പറയാൻ മടിച്ചതാണിത്. കാരണം ഈ കുറേ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തെ വന്നിട്ട് നമ്മളെ കുടുംബത്തെ തീർത്ത് വന്നിട്ട് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുക, ഇതൊക്കെ ഒരു കുറച്ച് മാന്യതയുള്ള വ്യക്തിക്ക് ചോദിച്ചതാണോ? എന്നിട്ട് വണ്ടി കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ പഠിപ്പിന് മുമ്പിൽ വന്ന് നിൽക്കുക, ഞങ്ങളവിടെ റൂമിൽ എന്തൊക്കെ സംസാരിക്കുന്നത് കട്ട് കേൾക്കുക. ഒരു ദിവസം ഭാര്യ ഡോറ് തുറന്നപ്പോൾ തൊട്ട് മുമ്പിൽ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഇയാൾ രാത്രി 10:30 മണിക്ക്. അയാൾ ഇശാനസ്കാരം കഴിഞ്ഞ് 9 മണിക്ക് അയാൾ വീട്ടിൽ പോകണം, 8:30 മണിക്ക് വീട്ടിൽ പോകണം. എന്നാൽ 10:30 മണിക്ക് പള്ളിയിൽ ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിങ്ങളില്ലാത്ത സമയത്ത് ഞാനും വൈഫും നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ആ ഭാര്യ എന്തോ ഒരു ആവശ്യത്തിന് ഡോറ് തുറന്നാണ്
കിടക്കാൻ സമയത്ത് ഡോർ അപ്പോൾ ഇദ്ദേഹം പുറത്ത് സ്കൂട്ടിയിൽ ഇരുന്നിട്ട് നിങ്ങളെ രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങൾ ചോർത്ത് മനസ്സിലാക്കി വെക്കും. മനസ്സിലാക്കണം. പള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് പറയുന്നത്, എന്ത് സംസാരിക്കുന്നത്, ഇതൊക്കെ പ്രശ്നമായപ്പോൾ സെക്രട്ടറി വന്നപ്പോൾ സെക്രട്ടറിയോട് പറയുന്നുണ്ട് അയാൾ അങ്ങനെ ഇങ്ങനെ വല്ല റൂം ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി അത് പുറത്ത് നിന്നിട്ട്. പക്ഷെ അദ്ദേഹം പാറപ്പള്ളിയിലുള്ള സമയത്ത് അവിടെ ഉള്ളൊരു സദർ ഉസ്താദുമായിട്ട് അദ്ദേഹം എന്തോ പ്രശ്നത്തിലുണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദ് അങ്ങനെ പഴുപ്പിൽ നിന്ന് അയാൾ പോയത് നേരെ കോളിയെടുക്കത്തേക്ക്. അവിടെ നിന്ന് പിന്നെ ഞാൻ അറിഞ്ഞത് പാറപ്പള്ളിയിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുട്ടുംതല ഉണ്ടായിട്ടുണ്ട്. മുട്ടുംതല പള്ളിയിൽ വെച്ചിട്ടാണ് എന്താ അവിടെ രേഖാമൂലം 3 തലാക്കും ചൊല്ലിയിട്ടാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ഭാര്യനെ ഒഴിവാക്കിയിട്ട് രണ്ടാം ഭാര്യനെ 3 തലാക്കും ചൊല്ലിയാൽ പിന്നെ ചിരിച്ചെടുക്കാനൊരു ഒപ്പില്ലല്ലോ, ചടങ്ങ് നിൽക്കണമല്ലോ. അതൊന്നും ഇതിനിപ്പം ആരും നിൽക്കില്ല. അതാണ് ആ പെണ്ണ് അതിൻ്റെ വേദന പറയുന്നുണ്ട്. ഇവനെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങിക്കൂടാ, ഇവനെ എത്രമാത്രം ബാപ്പയും ഉമ്മയില്ലാത്ത എന്നെ കാസർഗോഡ് ജില്ലയിൽ കൊടുന്നിട്ട് ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ട് 3 തലാക്കും ചൊല്ലിയിട്ട് പോയവനാ എന്ന് ഒരു കെട്ടിയിട്ട് കൂടെ 2-3 കൊല്ലം നിന്നൊരു പെണ്ണ്, 3 കൊല്ലം 4 കൊല്ലത്ത് എനിക്കറിയില്ല, അത്ര നിന്നൊരു പെണ്ണ് അത്ര വേദനയോട് പറയണമെങ്കിൽ ആ പെണ്ണുങ്ങളെ അദ്ദേഹം കടലിലെറിഞ്ഞ് കൊല്ലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ അവളോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോയിട്ട് പിന്നെ രണ്ടാം ഭാര്യ എന്താ ആസിഡ് ഒഴിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഭവം ഒരാൾ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വേദന ഉണ്ടായിട്ടുണ്ട്. സംഭവിക്കാം വ്യക്തിയുടെ പിന്നോട് ആ രൂപം ചെയ്തല്ലേ എലി വിഷം അടിച്ചിട്ട്. പക്ഷെ എനിക്കൊരു വിഷമം എന്താ അറിയോ, ഇന്നും അവനോടില്ല എൻ്റെ നിരപരാധിത്വം ഞാൻ ആ രൂപത്തിൽ പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ ആ സമയത്ത് ഇയാളെ പിരിച്ചുവിട്ടേ പറ്റൂ എന്ന് ചിന്തിച്ചു. തീർച്ചയായിട്ടും ഉസ്താദിന്റെ വിഷമങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ മഹലിലെ ഭാരവാഹികളും കാണുമല്ലോ, അവർക്കും അറിയാം എന്നല്ല. അവർ കുറെ വിളിച്ചു വെക്ക്, പഠിപ്പുള്ള ആളുകൾ പലരും വിളിച്ചു, ഉസ്താദ് വിഷമിക്കണ്ട, ഇതൊക്കെ പടച്ച റബ്ബ് കാണില്ലേ. ഇപ്പൊ നിങ്ങളെ ഈ വിഷമം കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി നിങ്ങൾ നിരപരാധിയായിരുന്നു എന്നുള്ളത്. അതിവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ അന്നും ഇതിനു വേണ്ടി കഴിഞ്ഞ് ശ്രമിച്ച കുറച്ചാണ് അത് അവരും ഒന്നും കൂടെ ആയിക്കോട്ടെ. ഞാനത് ഞാൻ ഈ സമയം വരെ എൻ്റെ റബ്ബിനോട് മനസ്സറിഞ്ഞ് ദ്വാരുന്നു. പഠിച്ചവൻ എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് എന്നെ ഈ മരണങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജോലി മുടക്കി, അതുപോലെ എൻ്റെ പ്രഭാഷണങ്ങൾ മുടക്കി, ഈ രൂപത്തിൽ കാസർഗോഡ് ജില്ലയിട്ട് ബന്ധമില്ലാത്ത രൂപത്തിലാക്കി തീർത്ത ആരാണോ അള്ളാഹുവേ നീ തീരുമാനം എടുത്തു എന്ന് റബ്ബിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇയാളെ പൈക്കത്തെ ഖത്തീബിൻ്റെ വിളി വരുന്നത്. ഇയാൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് കേട്ട് എന്തായിരുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇനി നിങ്ങളതിനെ സമ്മതിക്കരുതാണ്. ഞാൻ ഇത് പേടിച്ചിട്ട് തുറന്ന് എല്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഈ മഹല്ലുകളിൽ പോയിട്ട് അവിടുത്തെ ഖത്തീബന്മാർ ഇതൊന്നും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇതോടെ അതിന് പരിസമാപ്തി കുറിക്കണം ഉസ്താദേ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. അത് അങ്ങനെ തന്നെ സംഭവിച്ചും ചെയ്തു. ഏതുകൊണ്ടും എല്ലാ ആൾക്കാരും ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണും, പഠിപ്പിലെ ആൾക്കാരും കാണും, അവർക്ക് മനസ്സിലാവും. നമ്മൾ വിഷമം ഉണ്ടാക്കിയ കാര്യം ഒരു കമ്മിറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അവർ അവിടുത്തെ കമ്മിറ്റിൻ്റെ മുൻതൂക്കല്ലേ നോക്കുള്ളൂ, അവിടുത്തെ ഭൂരിപക്ഷം നോക്കുള്ളൂ. അതിപ്പോൾ 2 ഉസ്താദിനെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ അവർ ഒഴിവാക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, ഇയാൾ MSR ഉണ്ടാക്കിയത് പിന്നെ മുട്ടത്തൊടിയൊന്നും മറ്റൊന്നുമല്ല, അത് പഠിപ്പിലെ കമ്മിറ്റി ഒപ്പിട്ട് കൊടുത്തിട്ട് തന്നെയാണ്. അടുത്ത SKSFന്റെ ആൾക്കാരായിരിക്കും അന്വേഷിക്കാണ്ട് കൊടുത്തത്. പിന്നെ റൈജിൽ പെട്ടി SKSFന്റെ പ്രവർത്തകരെന്നൊക്കെയാണ് ഇയാൾ. അല്ല ഏത് സംഘടനയായാലും ഇപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ AP EK വിഭാഗം എന്നുള്ളൊരു വേർതിരിവില്ലാണ്ട് പ്രസംഗവേദികളിലും പള്ളികളിലും ഞാൻ എല്ലാ പ്രഭാഷണത്തിനും മഹല്ലടിസ്ഥാനത്തിലും മറ്റും കാസർഗോഡ് പോയതാ. ഒരിക്കൽ ഞാൻ സൈദിയെ പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രഭാഷണത്തിൽ തിളങ്ങി വരുമ്പോൾ കമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദിന് SKSFന്റെ വേദി പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വഴലു പറയും, വേറെ ഒന്നും SKSF ഒന്നും ഞാൻ പറയില്ല, ഞാൻ വഴലു പറയും എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ക്ഷണിച്ച സമയത്ത് ഞാനവിടെ പോയപ്പോൾ പിന്നെ ഒരു ബാനർ അവർ SK ലേബിൾ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മുടക്കില്ല, പക്ഷെ ഈ ബാനർ നിങ്ങൾ വെക്കരുത്, ഞാനത് ഡിമാൻഡ് പറഞ്ഞിട്ടല്ലേ വന്നത്, ഞാൻ വഴല പറയാം എന്ന് പറഞ്ഞ് വഴലൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്ന്. ഞാൻ പിന്നെ ബാനർ കഴിപ്പിച്ച് പ്രസംഗിച്ച് എല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ദിവസം ആ മഹലിലെ ഒന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഉസ്താദിൻ്റെ ആ സമീപനം ഉണ്ടല്ലോ, ഞങ്ങളെ നാട്ടിലൊരു സുൽഹിൻ്റെ മാർഗ്ഗമായി അത്. ഞങ്ങളിപ്പോൾ വളരെ ഐക്യത്തോടെയാണ്, ഗ്രൂപ്പ് പ്രശ്നമുള്ള ഇനി ഞങ്ങൾ അങ്ങോട്ട് കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചോല. പൂച്ചക്കാട് റൂസ്, മണിക്കൊത്ത് റൂസ്, നെല്ലിക്കുന്ന് റൂസ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാക്കിയുള്ള ഏകദേശം റൂസുകളിലും പഴയ കാലത്ത് പ്രഭാഷണം നടത്തിയാണ് ഞാൻ. നെല്ലിക്കുന്ന് റൂസിൽ 2 പ്രാവശ്യം പോയിരുന്നു, പിന്നെ ബേക്കൽ റൂസ് 2-3 പ്രാവശ്യം പ്രസവിച്ചത്,
അതുപോലെ തന്നെ മാണിക്കോത്ത് പിന്നെ തുടങ്ങിയിട്ട് ഏകദേശം ഉറൂസുകൾ ഗ്രന്ഥങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ ചെറുക്കള ഭാഗത്തൊക്കെ പൈക്ക ഉറൂസിന് ഈ പറഞ്ഞ പൈക്ക ഇയാളെ മുമ്പുണ്ടായ പൈക്കത്ത് 3 പ്രാവശ്യം പോയിക്കണേ പ്രഭാഷണത്തിന്. ചെറുക്കള ഭാഗത്തൊക്കെ നബിദിനത്തിന് പരിപാടിക്കലുണ്ടായി. പ്രസവിച്ചിട്ടുണ്ട്. ചെറുക്ക ടൗണിൽ പ്രസവിച്ചിട്ടുണ്ട്. ചെറുക്ക താഴേക്ക് പോയ പടിഞ്ഞാറ് മൂലാറ് സ്ഥലമുണ്ട്. ബദിയെടുക്ക ഏരിയയിൽ അങ്ങോട്ട് മൊത്തം ഏകദേശം ഭാഗങ്ങളിലും കർണാടക സ്റ്റേറ്റിന്റെ ഏകദേശം ഭാഗങ്ങളിലും സുള്ളിയ, കേക്കമ്പത്തൂർ, അതുപോലെ തന്നെ നമ്മളെ മടിക്കേരി, കൊടക് ജില്ലയിൽ ഏകദേശം പ്രഭാഷണത്തിനായിട്ട് ഒരു 10 ദിവസം 15 ദിവസം ഞാൻ അവിടെ തന്നെ പോയി താമസിച്ചിരുന്നു ഒരു കാലത്ത്. അത്രത്തോളം വേദികളിൽ ഉണ്ടായിരുന്ന തിളങ്ങി നിന്നൊരു വ്യക്തിയാണ്. ഇത്രത്തോളം നമ്മളെ കാലത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അത്ര സജീവമായിട്ടില്ല. അതെ അതെ അതെ. ഞാൻ സൈദിയ പഠിക്കുന്ന കാലത്തൊന്നും മൊബൈൽ ഫോണേ ഇല്ല. അതെ അതെ. അവിടെ ഒരു കോള് വന്നാൽ നമ്മളെ ഓഫീസിലേക്ക് മൈക്കിൽ വിളിച്ചിട്ടാണ് നമ്മൾ. ഇപ്പോൾ ഒരു 2-4 വർഷത്തിന് ശേഷമാണ് എനിക്ക് കാസർഗോഡായിട്ട് ഇത്ര ബന്ധം വിട്ടത് ഈ പ്രശ്നത്തിൻ്റെ ശേഷം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, നിങ്ങളെ പഴയ പരിചയത്തിലുള്ള ഓരോ ആൾക്കാരും നിങ്ങൾ തീർച്ചയായും നമ്പർ സംഘടിപ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ ഉള്ള നമ്പറിൽ വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രസംഗവേദികളിൽ ഇനിയും ഒരുപാട് ദീനി പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏതുകൊണ്ടും നമുക്ക് ഈ ഒരു സംഭവം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.